ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി 2 മാസത്തെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ആണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി ഇന്ന് കഴിഞ്ഞ 2 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഒരു ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് 25,200 മുകളിൽ നിഫ്റ്റി 50 നമ്മൾ കാണുന്നത് ജൂലൈ 23-ാം തീയതിയാണ്. അന്ന് 25,219 എന്ന ലെവൽ വരെ നിഫ്റ്റി പോയിരുന്നു. അപ്പോൾ ആ ലെവലിനെ ആണ് ഇപ്പോൾ മറികടന്നുകൊണ്ട് നിഫ്റ്റി നല്ലൊരു ക്ലോസിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 169 പോയിന്റിന്റെ ഒരു കുതിപ്പാണ് നിഫ്റ്റി നടത്തിയത്. ഏകദേശം 58% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ വെറും 37% സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് BSEയിൽ ഡിക്ലൈൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നിഫ്റ്റി ബ്രോഡ് മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും മൈക്രോ ക്യാപ്പ് ആയാലും അങ്ങനെയുള്ള മാർക്കറ്റ് ക്യാപ്പ് വ്യത്യാസങ്ങളില്ലാതെ അക്രോസ് മാർക്കറ്റ് ക്യാപ്പിൽ നല്ലൊരു ബൈങ് ആണ് ഇന്ന് ദൃശ്യമായത്. ഇപ്പോൾ ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് ഒക്കെ വളരെ പോസിറ്റീവിലാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ യുഎസിന്റെ മേജർ ഇൻഡെക്സുകളായിട്ടുള്ള S&P 500 ആയാലും ശരി, നാസ്ഡാക്ക് ആയാലും ശരി, ഡൗ ജോൺസ് ആയാലും ശരി, അതൊക്കെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫെഡറൽ റിസർവിന്റെ പോളിസി ഡിസിഷനാണ്. അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ 9 മാസത്തിനിടയിൽ ആദ്യത്തെ റേറ്റ് കട്ട് വരും എന്ന് തന്നെയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, വളരെ വീക്കായി നിൽക്കുകയായിരുന്ന ഇന്ത്യൻ റുപ്പി കുറച്ച് ശക്തി പ്രാപിച്ചതായിട്ട് കാണാം. ഏകദേശം 12 പൈസയുടെ ഒരു മൂല്യം വർദ്ധിച്ചതായിട്ട് കാണാം. ഡോളറിനെതിരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് 88.04 എന്ന ലെവലിൽ ഇന്ത്യൻ റുപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിഫ്റ്റിയിലെ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25,070 24,980 എന്നുള്ള ആ ഒരു ലെവലാണ് ശക്തമായ സപ്പോർട്ട്. അപ്പോൾ അവിടെ നിന്ന് ഉയർന്നു ഇപ്പോൾ 25,130 എന്ന റെസിസ്റ്റൻസ് ലെവൽ മറികടന്നുകൊണ്ട് നിഫ്റ്റി ഇപ്പോൾ 25,200 മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസങ്ങൾ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത റെസിസ്റ്റൻസ് ആയിട്ടുള്ള 25,400 25,600 ലെവലുകളൊക്കെ ഈസി ആയിട്ട് നിഫ്റ്റി മറികടക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഉയർത്താൻ പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യ US ട്രേഡ് ടോക്ക് പുനരാരംഭിച്ചതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ റഷ്യൻ ഓയിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് തെറ്റിപ്പിരിഞ്ഞ ഇന്ത്യ US ആ ട്രേഡ് ടോക്സ്, അന്ന് നമുക്കറിയാം ഇന്ത്യയുടെ മേൽ 50% താരിഫാണ് ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 27-ന് ആ ട്രേഡ് ടോക്സ് നിർത്തിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ഓഗസ്റ്റ് 25-നും 29-നും ഈ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിന് വേണ്ടി ഇന്ത്യയിൽ സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ച ആ കാര്യം റദ്ദ് ചെയ്യുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരമൊരു ഇൻസിഡന്റിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ US ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു ട്രേഡ് ടോക്ക് ഇന്ന് പുനരാരംഭിച്ചത്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ബ്രണ്ടൻ ലിഞ്ചും, അദ്ദേഹം സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയുടെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു ട്രേഡ് ഡെലിഗേഷനെ നയിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ താരിഫ് ഉയർന്നത് കാരണം ഇന്ത്യയുടെ അമേരിക്കയിലെ എക്സ്പോർട്ടിൽ വലിയ ഇടിവുണ്ടായിരുന്നു. അതായത് 8.01 ബില്യൺ ഉണ്ടായിരുന്ന US-ലേക്കുള്ള എക്സ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നമ്മൾ കാണുന്നത് അത് $6.86 ബില്യൺ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയെ വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. എന്നാൽ ഇന്ത്യ, റഷ്യ, ചൈന ഒരു ജിയോ പൊളിറ്റിക്കൽ അലയൻസിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് അമേരിക്ക ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ചെറിയ തോതിൽ ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കമൻട്രികളിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ഗുഡ് ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ട്രേഡ് ടോക്ക് പുനരാരംഭിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് വളരെ കോഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രേഡ് ടോക്സ്. പ്രത്യേകിച്ച് ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ അഗ്രികൾച്ചർ മേഖലയിലൊക്കെ US കമ്പനികൾക്ക് ടാക്സ് ഇളവ് കൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ കാര്യമായിട്ടാണ് ഇന്ത്യ കരുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് തീർച്ചയായിട്ടും US ഡെലിഗേറ്റ്സിനെതിരെ മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിൻ്റെ ഔട്ട്കം നമുക്ക് പോസിറ്റീവായി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഈ ട്രേഡ് ടോക്ക് പുനരാരംഭിച്ചത് മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് നിഫ്റ്റി 50 ഉയർന്നത്. കൂടാതെ നിഫ്റ്റി ഓട്ടോ സെക്ടറിലും നിഫ്റ്റി റിയൽറ്റി സെഗ്മെന്റിലും നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ നല്ല മൂവ് ഇന്ന് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി 50-ൽ കൊഡാക് ബാങ്ക്, ലാർസൻ ആൻഡ് ടൂബ്രോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോഴ്സ്, മാരുതി പോലെയുള്ള സ്റ്റോക്കുകൾ ആണ് പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അതുപോലെ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മുന്നേറിയത് റെഡിങ്ടൺ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കൂടാതെ ഗോഡ്രെ ഫിലിപ്സ്, ഏജീസ് ലോജിസ്റ്റിക്സ്, ഉഷ മാർട്ടിൻ, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് പോലെയുള്ള സ്റ്റോക്കുകളിലും
5% കൂടുതലുള്ള റാലി നടക്കുകയുണ്ടായി. അപ്പോൾ ഈ റെഡിങ്ടൺ സ്റ്റോക്ക് ഇന്ന് 20% അപ്സൈഡ് പോയത്. ഇപ്പോൾ പ്രത്യേകിച്ച് IT പ്രൊഡക്റ്റുകളും മൊബിലിറ്റി പ്രൊഡക്റ്റുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു കമ്പനി മാർച്ച് 2021 ശേഷം ആദ്യമായിട്ടാണ് അവർ ഇത്ര വലിയൊരു സിംഗിൾ ഡേ ഗെയിൻ അതിന്റെ ഷെയറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റാലി ഇവിടെ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ആപ്പിൾ iPhone 17 പുതിയ ലോഞ്ച് കാരണമാണ്. ഇപ്പോൾ റെഡിങ്ടൺ ഈ ഒരു ഐഫോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ iPhone 17 ശക്തമായ വോളിയം സെയിൽസ് ഇത് തീർച്ചയായിട്ടും റെഡിങ്ടണ് വലിയ ഗുണം ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് ഇന്ന് നടന്നത്. ഇപ്പോൾ റെഡിങ്ടൻ്റെ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് 17 എന്നുള്ള PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ വലിയ എക്സ്പെൻസീവ് വാല്യുവേഷനിലല്ല ഇപ്പോൾ ആ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രത്യേകത റെഡിങ്ടൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 2.36 ഉള്ള ഒരു ഹൈ ഡിവിഡൻഡ് സ്റ്റോക്കായിട്ടും നമുക്ക് ഇതിനെ പരിഗണിക്കാം. കൂടാതെ ഇതിൻ്റെ ROC 18 ROE 14 എന്നുള്ള മോശമല്ലാത്ത ROE കാണാം. എന്നാൽ ഇതിൻ്റെ Q1 റിസൾട്ടിൽ പ്രോഫിറ്റിൽ വലിയ ഇടിവുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിപ്പ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത്. FIAസിൻ്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ 2% ജൂൺ ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിലവിലുള്ള ഈ ഒരു റാലിയിൽ ഈ സ്റ്റോക്കിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്താൽ വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിലുണ്ടായ ഒരു അപ്സൈഡ് അതിനെ ഒരു മിക്സഡ് റിയാക്ഷനാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുക. അതിനെ ഒരു ബബിളായിട്ട് വിലയിരുത്തുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ശങ്കർ ശർമ്മ എന്ന് പറയുന്ന G-Quant Fin X-Ray എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡിൻ്റെ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഈ ടെലികോം ടവർ മേഖലയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ബബിളാണ് ഈ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. ടെലികോം ടവർ ആയാലും ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻ്റ് ആയാലും വലിയ കാപ്പക്സ് ആവശ്യമുള്ള ഒരു ബിസിനസ് സംരംഭമാണിത്. എന്നാൽ ടെലികോം ടവർ ബിസിനസ്സിൽ അവിടെ ക്ലയൻസ് വളരെ കുറവായിരുന്നു. വലിയ തോതിൽ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളുടെ ആ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ചെറുതും വലുതുമായ കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് പവർ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരത് ലീസിന് റെൻ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും വരിക. അങ്ങനെയാണ് ഈ ടെലികോം ടവറിലും സംഭവിച്ചത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ലീസിംഗ് ബിസിനസ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ വലിയ തോതിലുള്ള ലീവറേജ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് കമ്പനിയുടെ ROE വലിയ തോതിൽ ഡൗൺ ചെയ്യാൻ കാരണമാകും. കൂടാതെ ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആകാനും കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾ വളരെ ജാഗ്രതയോടെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഈ ശങ്കർ ശർമ്മയെ പോലെയുള്ള ചില ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ വാൺ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു മൂവിന് കാരണം ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസികളാണ്. അത് 20 വർഷത്തെ ടാക്സ് ആണ് പൂർണ്ണമായിട്ടും ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. കൂടാതെ GSTയിലും ധാരാളം ഇളവുകൾ നൽകും. കൂടാതെ മറ്റ് ഇൻസെൻറ്റീവ്സുകളും ലാൻഡ് പോലെയുള്ള കാര്യങ്ങളും അനുവദിക്കപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ ഈ ഒരു ഡാറ്റാ സെൻറ്റർ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് അനന്തരാജ്, അതുപോലെ ഒറിയോ പ്രോ സൊല്യൂഷൻസ്, ആംബർ എൻ്റർപ്രൈസസ്, ബ്ലാക്ക് ബോക്സ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ABB, KC ഇൻ്റർനാഷണൽ പോലെയുള്ള ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ നല്ല മൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ സ്റ്റോക്കുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡീപ്പ് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ജെഫ്രീസിൻ്റെ ഈക്വിറ്റി സ്ട്രാറ്റജിയുടെ ഗ്ലോബൽ ഹെഡായിട്ടുള്ള ക്രിസ് വുഡ്, അദ്ദേഹം ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൻ്റെ ഓതർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മ്യൂച്വൽ ഫണ്ട് വഴി DIAs ഈ ശക്തമായ പണം മാർക്കറ്റിലേക്ക് ഒഴുക്കിയില്ലായിരുന്നുവെങ്കിൽ 20 മുതൽ 30% വരെ ഒരു ക്രാഷ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടാകുമായിരുന്നു. അതായത് ഇപ്പോൾ ഈ 25,000 മുകളിൽ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി 20,000 താഴെ പോകുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആവുകയും FIAs വലിയ തോതിൽ സെല്ലിംഗ് നടത്തുകയും പിന്നീട് ഒരു ഹെൽത്തി കൺസോളിഡേഷനിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഹെൽത്തി കൺസോളിഡേഷൻ ഈ ഒരു ഫേസ് 2025 അവസാനം വരെ തുടരുമെന്നാണ് ക്രിസ് വുഡിൻ്റെ ഒരു നിഗമനം. എന്നാൽ അദ്ദേഹം അതിനിടയിൽ പ്രതീക്ഷിക്കുന്നത് ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഒരു നല്ല സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല റാലി ഉണ്ടാവാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഈ ട്രംപ് താരിഫ് അത് എത്രമാത്രം നമ്മുടെ GDPയെ ബാധിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ GST റേറ്റ് കട്ട് റിഫോംസുകൾക്ക് അതുപോലെ ഇൻകം ടാക്സ് കട്ട് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ എഫക്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് അടുത്ത വർഷമായിരിക്കുമെന്നാണ് ക്രിസ് വുഡ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ജെഫ്രീസ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അവരുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. അതിനൊരു ബൈ റേറ്റിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരുടെ ട്രാക്ടർ ബിസിനസ്സിൽ 9% ഒരു CAGR ഗ്രോത്താണ് അവർ 25 മുതൽ 28 വരെയുള്ള ഒരു ഫൈനാൻഷ്യലി പ്രതീക്ഷിക്കുന്നത്.
അതുകൂടാതെ ഇവരുടെ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ അത് 2021 വെറും 5.8% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 15% ആയിട്ട് ഉയർന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കൂടാതെ അത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാസഞ്ചർ വെഹിക്കിൾ മേക്കറായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഇവരുടെ പുതിയ 12ഓളം പുതിയ SUVകൾ അവർ 2030 വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ 5 EV ആണ്. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രോങ് ആയി വരുന്ന ഒരു കമ്പനി ആയിട്ടാണ് മഹീന്ദ്ര അവർ കാണുന്നത്. അതുപോലെ ജെഫ്രീസ് TVS മോട്ടോഴ്സിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബൈ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ 10% ഇൻഡസ്ട്രി വോളിയം ഗ്രോത്ത് ആണ് 25 മുതൽ 28 ഇയറിൽ TVS മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പോർട്ടും ഈ FY26 23% വർദ്ധിച്ചതും വളരെ പോസിറ്റീവായിട്ടാണ് ഇവർ കാണുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ 2 വീലേഴ്സിന് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വമ്പിച്ച ഡിമാൻഡാണ് കാണുന്നത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള TVS മോട്ടോഴ്സിൻ്റെ ഈ മാർക്കറ്റ് ഷെയർ അത് 19% ഉയർന്നതും ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ആവാൻ കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ ജെഫ്രീസ് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 900 എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസാണ് അവരത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്പനിയുടെ ഇന്ത്യൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാർക്കറ്റിൽ 40% ഷെയറാണ് അവരെ ഈ സ്റ്റോക്കിൽ ബുള്ളിഷ് ആവാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ ഇന്ത്യ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഗുണം തീർച്ചയായിട്ടും അത് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുമെന്നാണ് ജെഫ്രി പറയുന്നത്. അതുപോലെ സൺഫാർമയിലും അവർ ബുള്ളിഷായിട്ട് കാണാം. 2070 എന്നുള്ള പ്രൈസ് ടാർഗറ്റോടുകൂടി ഒരു ബൈ റേറ്റിംഗ് ആണ് അവർ സൺഫാർമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അവരുടെ സ്പെഷ്യാലിറ്റി ഡ്രഗ്സ് പോർട്ട്ഫോളിയോ കൂടുതൽ ഫർദർ എഡിഷൻസ് അവരുടെ ഡ്രഗ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുമെന്നും ആ രീതിയിലുള്ള ഒരു വളർച്ച സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ തന്നെ മാൻകൈൻഡ് ഫാർമയിലും ഇവർ ഒരു ബൈ റേറ്റിംഗ് കൊടുത്തു കാണാം 3100 എന്ന ടാർഗറ്റിൽ. അപ്പോൾ മാൻകൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റീസ്ട്രക്ചറിങ് എഫേർട്ട് അതിൻ്റെയൊക്കെ ഒരു നല്ല ഫലം നെക്സ്റ്റ് ഇയറിൽ കാണുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.